കൊടും ഭീകരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മസൂദ് അസറിന് പാക് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 14 കോടി രൂപ അനുവദിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. വ്യോമാക്രമണത്തിൽ തകർന്നതോ കേടുപാട് സംഭവിച്ചതോ ആയ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും സർക്കാർ സഹായം നൽകുമെന്നും ഇതിൽ പറയുന്നുണ്ട്. തെക്കൻ പഞ്ചാബിലെ ബഹവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകളിൽ ഭാരതം നടത്തിയ വ്യോമാക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. അസറിന്റെ സഹോദരൻ, മൂത്ത സഹോദരിയും ഭർത്താവും, അനന്തരവനും ഭാര്യയും ഇവരുടെ മക്കളടക്കം 14 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഏക അവകാശി എന്ന നിലയിൽ പാക് സർക്കാരിൽ നിന്നും 14 കോടി രൂപ ഭീകരൻ മസൂദ് അസറിന് ലഭിക്കും. 2001 പാർലമെന്റ് ആക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ മസൂദ് അസറിനെ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ പാക് ചാര സംഘടനയായ IS സംരക്ഷണയിൽ കഴിയുകയാണ് ഇയാൾ. ഭാരതത്തിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മലയാളി കമ്പനി. തിരുവനന്തപുരം സ്വദേശി ക്രിസ് നായർ നേതൃത്വം നൽകുന്ന ബാംഗ്ലൂരുവിലെ കവാ സ്പേസ് ആണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെ അധികം പേരും ആശ്രയിച്ചതും ഈ കവാ സ്പേസിന്റെ ചിത്രങ്ങളാണ്. പാകിസ്ഥാനിലെ പ്രതിരോധ മേഖലകളിൽ ഭാരതം വരുത്തിയ നാശനഷ്ടങ്ങൾ അവർ നിഷേധിച്ചപ്പോൾ ഇത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ചത് കവാ സ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. പാകിസ്ഥാന്റെ നുണക്കഥകൾ തകർക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ. കേന്ദ്രങ്ങളിൽ ബോംബ് വീണുണ്ടായ ഗർത്തങ്ങളുടെ ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ ബോംബ് വീണതിന് മുമ്പും പിമ്പുമുള്ള അവസ്ഥ താരതമ്യം ചെയ്താണ് കവാ സ്പേസും ക്രിസ് നായരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. പ്രതിരോധ രംഗത്തും ബഹിരാകാശ മേഖലയിലും ഉന്നതതല വിശകലനങ്ങൾ നടത്തുന്ന പ്രമുഖ വെബ്സൈറ്റുകളെ ആശ്രയിച്ചാണ് കവാ സ്പേസിന്റെ ചിത്രങ്ങൾ. 2019 തൃശൂർ സ്വദേശി ബാലാമേനോനുമായി ചേർന്ന ക്രിസ് കമ്പനിക്ക് തുടക്കമിടുന്നത്. മുമ്പ് PSLV C-45 ദൗത്യത്തിലെ ഐസാറ്റ് എന്ന ഉപഗ്രഹം വികസിപ്പിച്ച എക്സിറ്റ് സ്പേസ് കമ്പനിയുടെ ഭാഗമായിരുന്നു ക്രിസ്. ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാകുമ്പോഴും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം തന്നെയാണ് പിന്തുടരുന്നതെന്നാണ് ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. മസൂദ് അസറിന്റെ കുടുംബത്തിന് ഇത്രയും കനത്ത തുക നൽകുന്നതിലൂടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം തന്നെ പാകിസ്ഥാൻ വീണ്ടും തുടരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.